തൃശ്ശൂരിലെ മുഖ്യ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ക്ഷേത്രം. ഇവിടെ പൂജയുടെ മറവിൽ പീഡനം നടന്നിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിലെ ഒരു പൂജാരി അരുൺ ടി.എ. അറസ്റ്റിലായിരിക്കുകയാണ്. അടുത്ത മുഖ്യ പൂജാരിയായ ഉണ്ണി ദാമോദരൻ ഒളിവിൽ പോവുകയും ചെയ്തു. ഈ സ്ത്രീ തൃശ്ശൂര് ഈ ക്ഷേത്രത്തിൽ വരികയും പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കണ്ടു കേട്ട് മടങ്ങിയൊക്കെ അങ്ങ് തിരിച്ചു പോയായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വാട്സാപ്പ് നമ്പർ ചോദിക്കുകയും അങ്ങനെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു. പൂജയുടെ ആവശ്യമില്ലേ, ഓൺലൈൻ വഴി പരസ്യം കണ്ടാണ് വന്നത്. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടാണ്. അങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പേര് കണ്ടു. അങ്ങനെ ആ സ്ത്രീ വരികയും ആദ്യം വന്ന് ഇതുപോലെ പൂജാരി നമ്പരൊക്കെ ചോദിച്ചു, നമ്പരൊക്കെ കൊടുത്തു. ഭർത്താവും മക്കളും ഒക്കെ ഉള്ളതാണ്, കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൂജ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കർണാടകയിൽ നിന്നൊക്കെ തൃശ്ശൂർ വരെയൊക്കെ വരണമെങ്കിൽ അവർ ട്രെയിൻ കയറിയൊക്കെയാണ് വന്നത്. ആദ്യമൊക്കെ ഒത്തിരി മാന്യമായ രീതിക്കൊക്കെ സംസാരിച്ചു പൂജാരി. പിന്നെ അതിനുശേഷം രാത്രിയിൽ ഒക്കെ കോള് ചെയ്തു. വൃത്തികെട്ട രീതിയിലും ഈ സ്ത്രീയുടെ അടുത്ത് നഗ്നമായിട്ട് നിൽക്കണ രീതിക്കും അങ്ങനെയൊക്കെ വീഡിയോ കോൾ കാണണമെന്ന് പറഞ്ഞ് ഇവര് സമ്മതിച്ചില്ല. അങ്ങനെ നിന്നില്ല എങ്കിൽ കുട്ടികളെയൊക്കെ ദോഷം വരുത്തി കൊല്ലും എന്നതായിട്ട് കുടുംബവും കുട്ടികളെയൊക്കെ തീർത്ത് കളയും ഇങ്ങനെ നിന്നില്ലെങ്കിൽ എന്നൊക്കെയുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെ ആ സ്ത്രീ എന്തോന്ന് ചെയ്ത് ആ പൂജാരി പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കോൾ വഴിയൊക്കെ ഇതങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു. ഈ പൂജാരിയും തിരിച്ച് അങ്ങോട്ട് ഇതുപോലെ തന്നെ നഗ്നമായ രീതിക്കൊക്കെ നിന്നു. ഇതിലുള്ള മെയിൻ പൂജാരി ഒളിവിലാണ്. ആള് മോശമൊന്നും അല്ലായിരുന്നു. പൂജാരി ആവശ്യപ്പെട്ടത് 24,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് ഈ സ്ത്രീ ഒപ്പിച്ചു കൊടുത്തു തന്നെ. പൂജ ചെയ്യാനല്ലേ, എങ്ങനെയെങ്കിലും കുടുംബദോഷങ്ങളൊക്കെ ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇത് ചെയ്തത്. കുടുംബത്തിൽ ദോഷം വരുമെന്ന് പറഞ്ഞ് എല്ലാവരും മരണപ്പെടുമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായപ്പോൾ ഈ സ്ത്രീ അതങ്ങനെ ചെയ്തു. അപ്പോഴും നമുക്ക് പൂജാരിയും ഈ സ്ത്രീയും തമ്മിൽ അവർ തങ്ങളിലുള്ള സംഭാഷണം അതൊന്ന് കണ്ടു നോക്കാം. എവിടെ നിൽക്കണ? ഓഫീസിന്റെ വെളിയിൽ വന്നിരിക്കണ. സൗഖ്യമാണ്, സുഖമാണെന്ന് ചോദിക്കുന്നു. അമ്മ 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 എന്ന് പറയുന്നുണ്ട്. ഫ്രൈഡേ ഈവനിങ് ഫ്രണ്ട് വരದು. ഇല്ല ഇല്ല, എനിക്ക് റൂമെല്ലാം അങ്ങ് தெரியாது. ഫ്രണ്ട് വരുമെന്ന് ചോദിക്കണേ. ആ ഫ്രണ്ട് ഉണ്ടെന്ന് പറയണ. റൂം എടുത്താന്ന് ചോദിക്കണേ. എനിക്ക് അവൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് പറയുന്നുണ്ട്. ಇಲ್ಲ ಇಲ್ಲ, ಎನ್ ಕೂಡ ವರದು. ഫ്രണ്ടും ഞാൻ 2 പേര് தான் വരದು. ഫ്രണ്ടും ഞാനും 2 പേരും കൂടെയാണ് വരണത്. ஆமா ஆமா, ட்ரெயின்ல எடுத்திല്ല. ஆமா ஆமா. இல்ல ஃப்ரைடே நைட்டும் இங்க ட்ரெயின் இல்ல சாட்டர்டே மார்னிங். ஆமா. சாட்டர்டே ஈவினிங் ட்ரெயின். அங்கே எதுவுமே தெரியாது இல்லையா எனக்கு, எங்கே ஸ்டே பண்றது. ഒരു ദിവസം സ്റ്റേ ചെയ്യൂലെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ പൂജ. ഇല്ല എനിക്ക് ക്ലോസ് ഫ്രണ്ട് தான். ഫ്രണ്ട് കമ്പനിയാണെന്ന്, ക്ലോസ് ഫ്രണ്ടാണെന്ന്. நீங்க வரீங்களா? ஆமாம்.
இல்லை நீங்கள் கோயிலில் இருக்கிறது இல்லையா? கோயில் இருக்கு. ஆ, அப்புறமா நீங்கள் வருவீங்களா? ഓക്കെ, അപ്പൊ കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? ആ, ഹോട്ടൽ ബുക്ക് பண்ணலாம். ஓகே. என்ன டைம் ட்ரெயின் திரும்பி அங்கே திரும்பி போன ட்ரெயின் டைம் தெரியாது செக் பண்ணணும். തൃശ്ശൂർ തൃശ്ശൂർ ഹോട്ടൽ റൂം ബുക്ക് பண்ணலாம். ഞാൻ വരാം ഈവനിങ്ങിൽ. எனக்கு தெரியாது அங்கே. நான் அங்கே ஸ்டே ஆயில்லை. நான் அங்கே வந்து ഒരു அந்த ഫ്രണ്ടിനോട് சொல்லிட்டு റൂം അറേഞ്ച് பண்ண അവൻ വണ്ടിയിൽ വന്നിട്ട് അങ്ങ് ഡ്രോപ്പ് பண்ணிடும். ஓகே. നിന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യും? ഞാൻ വരുമ്പോ റൂമിൽ ഞാൻ വരുമ്പോ പ്രശ്നം എടുക്കാം. ஆ, ഞാൻ നിങ്ങൾ റൂമിൽ വന്നാൽ പ്രശ്നം എടുക്കാങ്ക് என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் பண்ணுவேன். ഒരു റൂമിൽ ഞാൻ അങ്ങ് വന്ന പ്രോബ്ലം എടുക്കാം. ஆமாம், பின்ன யாருன்னு சொல்கிறது, என்ன சொல்கிறது? പിന്നെ என்ன பண்ணும்? என்ன பண்ணுது தெரியாது. என்ன பண்ணும்? ஆ, പിന്നെ என்ன என்ன பண்ணும்? 2 റൂം എടുത്താൽ ഒരു റൂമിൽ അവിടെ എടുക്കുമോ? இருக்குது. പൂജാരി ചോദിക്കുന്ന 2 റൂം എടുത്താലോ? സിംഗിൾ എടുക്കാം. இருக்குது. സിംഗിൾ റൂം എടുക്കാം. சிங்கிளா? ആ, அதே அங்கே எங்கே பண்ணது தெரியாது எனக்கு. നീ റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് பண்ணு. ஆ, അപ്പൊ 2 റൂം എടുത്ത് കഴിഞ്ഞാൽ ഒരു റൂമിൽ നമ്മൾ എടുക്കും, ഒരു റൂമിൽ നമ്മൾ എടുക്കും. റൂം എടുത്തിട്ട് ഒരു റൂമിൽ നമുക്ക് 2 പേർക്കും ഒരു റൂമിൽ ഫ്രണ്ടിനായിട്ട് വന്നു. ம், ഓക്കെ. சரி. നമുക്ക് 2 ആൾക്കും ഒരു 1 അവർ എടുക്കും. ഓക്കെ, நீங்கள்? ഞാനൊരു 1 അവർ വരാം. 1 അവറിലേക്ക് 1 മണിക്കൂർ നിന്റെ കൂടെ എടുക്കാം. ஆமாவா? அங்கே கோயிலில் பேசுறது இல்லையா நீங்கள்? ഞാനത് മുടിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock ഞാൻ അങ്ങ് വരാം. ஆ, மத்தியானம். ஆ, இல்லை, ஒரு பூஜை பண்ணணும், அது பேசணும் நீங்கள் கூட. அதுதான் இங்கே நான் கால் பண்ணிட்டு இருக்குது. கொஞ்சம் ப்ராப்ளம் ஆகிட்டு இருக்குது என் ஃப்ரெண்டுது. அதுதான். ഓക്കെ, അപ്പൊ എനിക്ക് വന്നിട്ട് അറേഞ്ച് பண்ணலாம். ഓക്കെ. அங்கேவா? ஓகே. അല്ലെങ്കിൽ ഒരു അറേഞ്ച് ചെയ്യാം. ഒരു ടൈം ഇപ്പൊ നീ വാ, നെക്സ്റ്റ് ടൈം തിങ്കളായി വാ. ഓക്കെ. அப்புறமா ஃப்ரெண்டு கூட்டின்னு வரணும்னா? ഇല്ല, ഇപ്പൊ വരുമ്പോ നീ ഫ്രണ്ടായിട്ടല്ലേ വരുന്നത്? ஆமாம். അപ്പോ ഞാനങ്ങ് ഹോട്ടലിൽ വന്നാൽ പ്രശ്നം എടുക്കുക. அந்த ഫ്രണ്ട് എന്തെങ്കിലും சொல்லுமா? നീ ഫ്രണ്ടായിട്ടല്ലേ പറഞ്ഞത്, എപ്പോഴും ഹോട്ടലിൽ വന്നാൽ പ്രശ്നമാവൂന്നൊക്കെയാണ് പൂജാരി ചോദിക്കണത്. ஆமாம். അപ്പൊ എങ്ങനെ കാണാൻ முடியலല്ലോ? இல்லை, நான் கோயிலுக்கு வந்து நீங்கள் கூட பேசிட்டு வரேன். കോവിലിൽ വരുന്ന പേസാണ്. ആ, നോക്കാം. പൂജാരിയുടെ കാര്യവും പൂജയ്ക്ക് വന്നോരെ കാര്യവും ഒന്നും പറയണ്ട. ഇതിനൊക്കെ ശേഷമാണ് അറിയണത് കാറിലും അങ്ങനെ കണ്ട വെച്ചു ഈ സ്ത്രീയെ പീഡിപ്പിച്ചു. അത് അരുൺ ടി എന്ന് പറയുന്ന പൂജാരിയും ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മെയിൻ പൂജാരിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്.
പിന്നെ അതിനുശേഷം ഈ സ്ത്രീ പരാതി കൊടുക്കുന്നു. കുട്ടികൾക്കും കുടുംബത്തിനും ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജ നടത്തിയതാണ്. അപ്പം അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ കർണാടക സ്വദേശിനി ആയതുകൊണ്ട് അവിടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പോലീസ് വന്ന് ഇവിടെ വന്ന് തൃശ്ശൂർ വന്നിട്ടാണ് ഈ അരുൺ ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ആളൊരു ചുള്ളനാണ് കേട്ടാ. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഉണ്ണി ദാമോദരൻ ഒളിവിലും പോയി. അയാളെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. കേൾവി കേട്ട ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അരുൺ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയെ കർണാടക പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതിക്കാരി കർണാടകയിലാണ്. ഈ അമ്പലത്തിലെ പൂജകളുമായി, ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർ അമ്പലത്തിൽ വരികയും പിന്നീട് ഇതിന്റെ കൂടുതൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൂജാരിയെ ബന്ധപ്പെടുകയുമായിരുന്നു. ആ സമയത്ത് 25,000 രൂപയാണ് ഇവർ പറയുന്നതനുസരിച്ച് അവരുടെ കാര്യം നടത്തണമെങ്കിൽ 25,000 രൂപയുടെ പൂജ ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇയാൾ നിരന്തരം രാത്രി വീഡിയോ കോളിലൂടെയൊക്കെ ഇവരെ വിളിക്കുകയും നഗ്നനായി നിന്നുകൊണ്ട് ഈ യുവതിയെ 25,000 പറഞ്ഞെങ്കിൽ 24,000 കൊടുത്തതായിട്ട് കാണിക്കുന്നുള്ളൂ ചില ന്യൂസുകളിൽ. ചിലതിൽ 25,000 കാണിക്കും ചെയ്യുന്നുണ്ട്. പലതവണ ഇവർ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി ചെയ്യരുതെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ അങ്ങനെ നഗ്നയായി നിൽക്കണം എന്ന് പറഞ്ഞു വീഡിയോ കോളിലൂടെ നഗ്നയായി നിൽക്കണം എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ 2 കുട്ടികളെയും കുട്ടികൾ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ അത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അതിൽ നിർബന്ധിതയായാണ് ഈ യുവതി നഗ്നയായി നിന്ന് വീഡിയോ കോൾ ചെയ്തത്. അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തി കേരളത്തിലേക്ക് എത്തി ഒരു ഹോട്ടലിൽ താമസിച്ച് ഹോട്ടലിലെ റൂം എടുത്തു തരാം, അവിടേക്ക് വരണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ ഭയപ്പെട്ടുകൊണ്ട് ഈ യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ കാറിൽ വെച്ച് ഈ പൂജാരിയായിട്ടുള്ള അരുണും ഒപ്പം തന്നെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനും കൂടി ചേർന്ന് അത് ട്രെയിൻ വന്നിറങ്ങിയിട്ട് പുള്ളിക്കാരൻ ഈ അരുണും മറ്റേ അയാളും കൂടെ ഉണ്ണി ദാമോദരനും കൂടെ 2 പൂജാരികളും കൂടെ എന്തോന്ന് ചെയ്ത് കാറും കൊണ്ട് പോയി. ആ കാറിനകത്തിട്ടാണ് ഈ സ്ത്രീയെ പീഡിപ്പിക്കണത്. പൂജ നടത്താൻ കൊണ്ടുവന്നാണ്, പൂജയ്ക്ക് വന്നതാണ്. കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്നാണ് യുവതി കർണാടക പോലീസിന് പരാതി നൽകുകയും പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അരുൺ എന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ ഇപ്പോൾ ഒളിവിലാണ്. തൃശ്ശൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ക്ഷേത്രം. അവിടെ നിന്നാണ് ഈ പൂജാരിയും മുഖ്യ പൂജാരിയെയും കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ യുവതി ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി മന്ത്രവാദം നടത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. ഈ ബലാത്സംഗം ചെയ്തത് ഇവരെ നഗ്ന വീഡിയോകളൊക്കെ പുറത്തു വിടും എന്നുള്ള ഭീഷണികൾ പിന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ സ്ത്രീ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ഇല്ലെങ്കിൽ അവർ കൊടുക്കുകയൊന്നുമില്ലായിരുന്നു. ഇവരെ സംസാരം കേട്ടിട്ടും അങ്ങനെയൊന്നും തോന്നുന്നൊന്നുമില്ല. പിന്നെ ആ വാട്സപ്പ് കോളൊക്കെ സംസാരിക്കണയൊക്കെ കേട്ടാൽ അവർ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കണതല്ലേ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിത്രം പുറത്തു വിടും എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളം കുടിക്കട്ടെ. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ പൂജകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തെ കുറിച്ച് അറിയുകയും അവിടേക്ക് വരികയും ചെയ്തത്. പൈസ ആദ്യം 25,000 രൂപ വേണം ഇതിന്റെ പൂജകൾ നടത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം നഗ്നപൂജ അടക്കം നടത്തണം എന്ന് പറയുമ്പോഴാണ് യുവതി അതിൽ നിന്നും പിന്തിരിയുന്നതെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് മക്കളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഈ വീഡിയോ കോളിലൂടെ നഗ്നയായി നിന്ന് നിർബന്ധിതരായി എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഒപ്പം ഇയാൾ രാത്രികളിൽ വിളിക്കുന്ന വീഡിയോ കോളും ഒപ്പം മറ്റ് സംഭാഷണങ്ങളും ഓഡിയോ റെക്കോർഡും എല്ലാം കൃത്യമായി തന്നെ പോലീസിന് വാട്സപ്പ് ചാറ്റുകളും ഒക്കെ കൃത്യമായി പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഭീഷണി തുടർന്നതിനെ ഭീഷണി വീണ്ടും ആവർത്തിച്ചു.
കേരളത്തിലേക്ക് വരുത്തിച്ചു, നിർബന്ധിച്ചു വരുത്തിച്ചു. അതിനുശേഷം കാറിൽ വെച്ചാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. അത് സഹിക്കുന്നതിനപ്പുറമായപ്പോഴാണ് പരാതിയുമായി വീണ്ടും പോലീസിനെ അറിയിക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് ഈ യുവതി കടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും പോലീസ് മുഖ്യ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയും. അപ്പൊ ഇന്നിൽ അയാളെ തിരക്കാൻ പോയേക്കും. തൃശ്ശൂര് അവിടെ പോലീസ് കണ്ടെത്തിയില്ലെങ്കിൽ കർണാടകയിൽ നിന്ന് തന്നെ കണ്ടെത്തും. ജോലി വാഗ്ദാനം ചെയ്തു ഇങ്ങനെ ഒരുപാട് തട്ടിപ്പിന് ഇരയാവുന്നവരുണ്ട്. പൂജയുടെ മറവിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇതിന് ഇതാവുന്നുണ്ട്. അതുപോലെ ഈ ഗായകന്മാർ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടൊന്നും ഗായകരും സിനിമ ഫീൽഡിലുള്ളവരും ഒരുപാട് പേരും ഇങ്ങനെയുള്ള പൂജയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അത്ര നല്ല ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിലും പറയിക്കാൻ ഇങ്ങനെയുള്ള പൂജാരികളുണ്ടെന്ന് പറയുന്നതിൽ വളരെ ദുഃഖകരമാണ്. എല്ലാ പൂജാരികളും ഇങ്ങനെയാണെന്നല്ല പറയണത്. എന്നിട്ട് അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളൊക്കെ പറയണ എന്തോന്നാണ്, അതെങ്ങനെ എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്, വെറുതെയാണ് കർണാടക പോലീസ് എന്ന് അങ്ങനെ വിട്ടുകൊടുക്കുന്നതല്ല. അതുപോലെ മറ്റേ ഉണ്ണി ദാമോദരനെ തിരക്കി നടക്കുകയാണ്. ഉണ്ണി ദാമോദരനെ കിട്ടിയായിരുന്നു ഊരി പോകാൻ പറ്റൂല. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ ഊരി പോകാൻ ഒട്ടും പറ്റൂല. നമ്മളെ ഇവിടത്തെ കണക്കൊന്നുമല്ല. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. മസാജ് പാർലറിന്റെ പുറത്തും തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് അവിടെയും ഇങ്ങനെയൊക്കെയുള്ള ഇത് സ്ത്രീകളെയായാലും കൊണ്ടുപോയി ഇങ്ങനെയുള്ള അതിന്റെ മറവിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ പൂജയുടെ മറവിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം അല്ല, എന്നാലും അപൂർവം ചിലതെങ്കിലും ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. ഇങ്ങനെയുള്ള പൂജാരികളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ പരസ്യം കണ്ടെന്ന് ഒന്നിലും ചെന്ന് വീഴാതിരിക്കുക, ഇങ്ങനെയൊന്നും പോകാതിരിക്കുക എന്നേ പറയാനും.